blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്താം സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എറണാകുളത്തുള്ള സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾ ഡാനി, എബിൻ, ഇവർക്ക് രണ്ടുപേർക്ക് അവരുടെ സ്റ്റഡീസിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാങ്കിൻ്റെ ലോൺ റീപേയ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗത അടച്ചു തീർക്കാൻ സഹായിക്കണമേ. കുടുംബത്തിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്നുള്ള അനിത ബെഞ്ചമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഭർത്താവ് ബെഞ്ചമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബുദാബിയിൽ തനിക്ക് നല്ല ഒരു ജോലി ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ഓഗസ്റ്റ് 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA ഹാൾ, മുണ്ടക്കയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വെഞ്ഞാറമ്മൂട് ഓഗസ്റ്റ് 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റാസ് ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, വെഞ്ഞാറമ്മൂട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാസിക് ഓഗസ്റ്റ് 10 ബുധൻ. സമയം വൈകിട്ട് 6:30 മുതൽ 9:30 വരെ. സാർവജനിക് വചനാലയ, നെഹ്റു ഗാർഡന് സമീപം, ഷാലിമാർ ചൗക്ക്, നാസിക്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സൂററ്റ് ഓഗസ്റ്റ് 11 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. രംഗ് ഭവൻ, ജീവൻ ഭാരതി സ്കൂൾ ഓഡിറ്റോറിയം, നൻപുര, തിമലിയാവത്, ഗാന്ധി സ്മൃതി ഭവൻ റോഡ്, മഹാവീർ ട്രോമ ഹോസ്പിറ്റലിന് എതിർവശം, സൂററ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ ഓഗസ്റ്റ് 12 വെള്ളി. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബൻഡി ട്യൂബിംഗ് ഇന്ത്യക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ. Number 4, offer your bodies as a living sacrifice. 4, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുക. This is also called lifestyle worship. ഇതിനെ ആരാധനയുടെ ജീവിതശൈലി എന്നും പറയും. Hallelujah. Hallelujah. Offer your bodies as a living sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുവിൻ. Romans 12 verse 1 and 2. റോമാലേഖനം 12:1. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. Oh, brother Damien said God is spirit. ബ്രദർ ഡാമിയൻ പറഞ്ഞല്ലോ, കർത്താവ് ആത്മാവാണ്. So we should worship him in spirit. അപ്പോൾ നമ്മൾ ആത്മാവിലെ So my ആരാധിക്കണം. spirit is worshiping God who is a spirit. എന്റെ അകത്തുള്ള ആത്മാവാകുന്ന ദൈവത്തെ So with my ആരാധിക്കുന്നു. body I can do anything. എന്റെ ശരീരം കൊണ്ട് എനിക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. No way, sir. അത് നടക്കില്ല സാർ. No way. അത് നടക്കില്ല. The Bible says, വചനം പറയുന്നു, offer your bodies as a living sacrifice, holy and pleasing to God. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുവിൻ. Then he says, this is your true and proper worship. ഇതാണ് ശരിയായ ആരാധന. What is true worship? എന്താണ് ശരിയായ ആരാധന? What is proper worship? എന്താണ് കൃത്യമായ ആരാധന? Speak to me. എന്നോട് പറഞ്ഞാലോ. Offering our bodies as a living sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള യാഗമായി കർത്താവിനെ അർപ്പിക്കുന്നത്. പറഞ്ഞേ, ശരീരങ്ങളെ
എന്തായിട്ടാ? ജീവൻ ജീവനുള്ള യാഗമായി കർത്താവിന് അർപ്പിക്കുന്നത്. ജീവനുള്ള വിശുദ്ധിയുള്ള യാഗമായി. ദാറ്റ് മീൻസ് യു ഹാവ് ടു കീപ് യുവർ ബോഡീസ് ക്ലീൻ. അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. Hallelujah. ഹല്ലേലൂയ. Lead a holy life ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക, and then worship the Lord. എന്നിട്ട് കർത്താവിനെ ആരാധിക്കുക. That will be accepted. അത് അവിടെ സ്വീകരിക്കപ്പെടും. Verse number 2, do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing and perfect will. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. 1 Corinthians chapter 6 and verse number 20. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാമത്തെ വചനം. For you were bought with a price. Therefore glorify God in your body and in your spirit, which are God's. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. How many of you know that you are purchased with a price? നിങ്ങൾ എത്ര പേർക്കറിയാം നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്? What was the price given? എന്ത് വിലയാണ് കൊടുത്തത്? It was not silver or gold. അത് വെള്ളിയും പൊന്നുമല്ല. It was not a bundle of currencies. അത് ഒരു കെട്ട് നോട്ടല്ല. It was the life blood of the only begotten Son of God. ഏകജാതനായ പുത്രന്റെ ദൈവപുത്രന്റെ ജീവരക്തമാണ് അവൻ കൊടുത്തത്. Touch your neighbor and say you are very costly. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര വിലയാണ്, നിങ്ങൾ വിലപിടിപ്പുള്ളതാണ്, നിങ്ങൾക്ക് ഭയങ്കര വിലയാണ്. See, diamonds could not purchase you. ഡയമണ്ട്സിന് രത്നങ്ങൾക്ക് നിങ്ങളെ വാങ്ങുവാൻ കഴിഞ്ഞില്ല. Jewelries could not purchase you. ജ്വല്ലറികൾക്ക് ആഭരണങ്ങൾക്ക് നിങ്ങളെ പർച്ചേസ് ചെയ്യാൻ Gold could കഴിഞ്ഞില്ല. not purchase you. സ്വർണം കൊടുത്ത് നിങ്ങളെ വാങ്ങുവാൻ കഴിഞ്ഞില്ല. Currencies of the world could not purchase you. നോട്ട് കെട്ടുകൾക്ക് നിങ്ങളെ വാങ്ങുവാൻ കഴിഞ്ഞില്ല. Kohinoor could not purchase you. കോഹിനൂർ രത്നത്തിന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ But കഴിഞ്ഞില്ല. the life blood, hot blood of Jesus Christ purchased you. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചുടുചോര ജീവരക്തമാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. And you are very costly. അങ്ങനെ നിങ്ങൾ വിലയുള്ളവരാണ്. Number 1, you are very costly. ഒന്ന്, നിങ്ങൾ വിലയുള്ളവരാണ്. Number 2, you are not yours. 2, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. 4 പേരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതല്ല. ഉറക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ you are not yours. നിങ്ങൾ നിങ്ങളുടേതല്ല. And the Bible says you belong to your owner. നിങ്ങൾ നിങ്ങളുടെ യജമാനന് ഉള്ളവനാണ്. The Bible says your body and your spirit are God's property. നിന്റെ ശരീരവും നിന്റെ ആത്മാവും ദൈവത്തിന്റെ സ്വന്തമാണ്. Romans chapter 6. റോമലേഖനം 6-ാം അധ്യായം 19 and 20. 19-ഉം 20-ഉം. Paul says, I am using an example from everyday life because of your human limitations. Just as you used to offer yourselves as slaves to impurity and to ever increasing wickedness, so now offer yourselves as slaves to righteousness, leading to holiness. നിങ്ങളുടെ സ്വാഭാവിക പരിമിതി നിമിത്തം ഞാനിത് മാനുഷിക രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അത്യധികമായ അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചിരിക്കുന്നത് പോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിന് വിധേയരല്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഇന്ന് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ തന്നെ. Verse number 20. When you were slaves to sin, you were free from the control of righteousness. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിന് വിധേയരല്ലായിരുന്നു. The essence is this: once you were slaves to sins, അർത്ഥം ഇതാണ്, നിങ്ങൾ ഒരിക്കൽ പാപത്തിന്റെ അടിമകളായിരുന്നു. but now we are purchased. ഇപ്പോൾ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടു. Now you are slaves to righteousness and holiness. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധിക്കും നീതിക്കും അടിമകളാണ്. I am very serious. ഇത് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നു. No believer, no child of God is permitted to go back
to sinful ways. ഒരു വിശ്വാസിയും ഒരു ദൈവ പൈതലും പഴയ പാവ സ്വഭാവത്തിലേക്ക് പോകുവാൻ അനുവദിക്കപ്പെടുന്നതല്ല. The heaven has given no license for you to go back to the sinful old traditional ways. ആ പഴയ പാരമ്പര്യ പ്രകാരമുള്ള പാപത്തിന്റെ വഴികളിലേക്ക് പോകുവാൻ സ്വർഗം നിനക്ക് അനുവാദം നൽകുന്നില്ല. Because you are separated forever from this world and from the sinful habits. ഈ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും നീ എന്നേക്കുമായി നീ വിലക്ക് വാങ്ങപ്പെട്ടതാണ്. God is a holy God. നമ്മുടെ ദൈവം വിശുദ്ധിയുള്ള ദൈവമാണ്. And we should worship him in the splendor of his holiness. നാം അവന്റെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ അവനെ ആരാധിക്കണം. All other worships are not accepted in heaven. എല്ലാ തരത്തിലുമുള്ള ആരാധന സ്വർഗത്തിൽ സ്വീകരിക്കുന്നതല്ല. Hallelujah. Number 4. 4. That's what we are going to listen to. Lead a holy life to worship him. നമ്മൾ അവനെ ആരാധിക്കുവാനായി വിശുദ്ധ ജീവിതം നയിക്കേണ്ടതുണ്ട്. Number 4 is lead a holy life to worship him. 4 അവൻ ആരാധിക്കുവാനായി വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക. Psalm 96 verse number 9. സങ്കീർത്തനങ്ങൾ 96 Worship the Lord in the splendor of his holiness. Tremble before him all the earth. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവിൻ. See, when we approach God, even though he is our dad, he is our father, there should be a holy trembling inside of us because he is that holy. നമ്മൾ അവനെ പിതാവെന്ന് വിളിക്കുന്നെങ്കിലും അവൻ നമ്മുടെ പിതാവാകുന്നെങ്കിലും നാം അവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധിയോടെയുള്ളൊരു ഭയം അവന്റെ മുൻപാകെ നമുക്കുണ്ടായിരിക്കണം. കാരണം അവൻ വിശുദ്ധിയിൽ I അതിഭയങ്കരനാകുന്നു. still remember when sometimes the tangible presence of God comes down. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചില സമയത്ത് തൊട്ടറിയാവുന്ന തരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ Sometimes I have great fear in my heart. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വലിയ ഭീതി ഉണ്ടാകും. Many years back, a December 31st watch night service was going on. In those days, we had a tent over here. ചില വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അന്ന് ഇവിടെ ഒരു കൂടാരം പോലെ ഒരു സ്ട്രക്ചർ ആയിരുന്നു. അന്ന് ഒരു ഡിസംബർ 31-ന് We were entering into the new year. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. And the presence of God came down. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. It was 2008 or 9 or 10, I think. 2007, 8, 9 തോന്നുന്നു. And the middle of the night, I could not speak any word. ആ അർദ്ധരാത്രിയിൽ എനിക്കൊന്നും സംസാരിക്കാൻ I was കഴിഞ്ഞില്ല. speechless because God was here. എനിക്ക് മിണ്ടുവാൻ കഴിഞ്ഞില്ല, കാരണം ദൈവം ഇറങ്ങി I വന്നിരിക്കുക. was afraid to utter a word. ഒരു വാക്കുച്ചരിക്കുവാൻ എനിക്ക് പേടിയായിരുന്നു. All the tent was silent. എല്ലാ കൂടാരത്തിന്റെ അകത്തും നിശബ്ദതയായിരുന്നു. Then we heard a huge cry of a man. പിന്നീട് ഞങ്ങൾ ഒരു മനുഷ്യന്റെ വലിയ കരച്ചിലാണ് കേട്ടത്. A man was standing at the backside. ഏറ്റവും പുറകിൽ നിന്നൊരു വ്യക്തി. He had fell down from a height and he had broken his spine. അവൻ വലിയൊരു ഉയരത്തിൽ നിന്ന് വീണ് അവന്റെ നട്ടെല്ല് തകർന്നിരിക്കുകയായിരുന്നു. In that holiness atmosphere, that man was healed. ആ വിശുദ്ധിയുടെ ആ നിമിഷത്തിൽ ആ വ്യക്തി സൗഖ്യമായി. He started to jump and turn and he came to the stage. അവൻ ചാടി തുള്ളി അവൻ സ്റ്റേജിലേക്ക് വന്നു. His name is Sudhir and he is a minister today. He is right now in Parur Blessing Center, I think. അദ്ദേഹത്തിന്റെ പേര് സുധീർ എന്നാണ്. അദ്ദേഹം ഇന്ന് പറവൂർ ബ്ലെസ്സിംഗ് സെന്ററിലെ ഒരു ശുശ്രൂഷകനാണ്. And from that time, many miracles started happening. ആ സമയം മുതൽ അനേക അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. One thing I want to highlight is this: when the presence of God is here, a holy fear will come and grip us. പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അതിശക്തമായി ഇറങ്ങുമ്പോൾ ഒരു ദൈവികമായ ഭയം നമ്മളെ And പിടിക്കാറുണ്ട്. in that holy fear, miracles will start. ആ വിശുദ്ധിയുടെ ഭയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. 1 Timothy chapter 2 verse number 8. 1 തിമോഥെയോസ് 2-8 Therefore I want the men everywhere to pray, lifting up holy hands without anger or disputing. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So our hands should be holy. നമ്മുടെ കരങ്ങൾ വിശുദ്ധമായിരിക്കണം. Brothers and sisters, when you lift your hands, the hands should be holy. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കരങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ വിശുദ്ധമായി. Can I tell you something? ഞാൻ പറയട്ടെ, Choir, listen to me. കൊയർ ശ്രദ്ധിക്കുക. Instrumentalists, vocalists, listen to me. പാട്ട് പാടുന്നവർ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക. More than the beauty of the dress of the choir, കൊയറിന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെക്കാൾ, അതിന്റെ ഭംഗിയേക്കാൾ, more than the high-end instruments, high-tech instruments, electronic instruments, എത്ര വില കൂടിയ മികച്ച സാങ്കേതിക രീതിയിലുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും, color lights or smoke machine, ഈ പുക പുറപ്പെടുവിക്കുന്ന മിഷനുകളോ കളർ ലൈറ്റുകളോ ഉണ്ടെങ്കിലും, we need to have holiness
in our individual life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വിശുദ്ധി വേണം. കൈയടിക്കുവാണെങ്കിൽ ഇപ്പോഴാണ് അടിക്കല്ലേ. I'm not against the beautiful dress of the choir. കൊയറിന്റെ ഭംഗിയുള്ള ഡ്രസ്സിനെതിരല്ല ഞാൻ. Maybe more beautiful. കുറച്ചുകൂടി ഭംഗിയാക്കണമെന്ന് ഞാൻ പറയുന്നത്. We need more high-tech machines here. കൂടുതൽ സാങ്കേതിക വിദ്യയുള്ള നല്ല ടെക്നിക് ഉള്ള മെഷീനുകൾ We ആവശ്യമാണ്. need more color lights. കൂടുതൽ കളർ ലൈറ്റുകൾ വേണം. But if there is no holiness, that worship is not accepted in heaven. പക്ഷേ വിശുദ്ധി ഇല്ലെങ്കിൽ ആ ആരാധന സ്വർഗ്ഗത്തിൽ എടുക്കുകയില്ല. But because God is not looking at the lights or the drum set, He is looking into our heart. കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഡ്രം സെറ്റും ലൈറ്റിന്റെ കളറുമല്ല നോക്കുന്നത്, അവൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. The guitar cannot worship the Lord in spirit and truth. ഈ ഗിറ്റാറിന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിയുകയില്ല. Somebody say amen. ഒരു ആമേൻ. Somebody say amen. ആമേൻ. But this drum set cannot worship the Lord in spirit and truth. ഈ ഡ്രം സെറ്റിന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിയുകയില്ല. It can only make some noises and sounds. അതിന് ചില പാട്ടിന്റെ ശബ്ദങ്ങൾ സ്വരങ്ങൾ ഉണ്ടാക്കുവാനേ കഴിയുകയുള്ളൂ. But you and I are created in the image and likeness of God. We have the Spirit in us. We have the Holy Spirit in us, and we can worship the Lord in spirit and truth. കർത്താവിന്റെ സ്വരൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് മാത്രമേ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. You are created, you are called, you are anointed, you are appointed, you are assigned to worship the Lord in spirit and truth. നിങ്ങൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, ആക്കിവെക്കപ്പെട്ടവരാണ്. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം. ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-422-101 www.blessingtoday.tv. ഈ അങ്കിളിൻ്റെ പേര് ജോൺ വർഗീസ്. ഈ അങ്കിളിന് 33 വർഷങ്ങൾക്ക് മുൻപ് താൻ എയർപോർട്ടിലെ ഒരു ജീവനക്കാരനായിരുന്നു. അവിടെ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ ഒരു ജീവനക്കാരൻ. അപ്പോൾ വിശ്രമമില്ലാതെ തനിക്ക് ജോലി എടുക്കണമായിരുന്നു. അതിനിടയിൽ തനിക്കൊരു വീഴ്ച സംഭവിച്ചിട്ട് തൻ്റെ നട്ടലിനും അതുപോലെ അരയ്ക്ക് കീഴ്പോട്ടും സാരമായ ചില പ്രശ്നങ്ങളുണ്ടായി. അതിനെ തുടർന്ന് 33 വർഷമായിട്ട് തനിക്ക് കടുത്ത വേദനയും ഈ മിന്നുന്ന പോലെ ശരീരം മുഴുവൻ മിന്നുന്നത് പോലെ പുറകിലാണോ? ബാക്ക് പെയിനിലായിട്ടാണ്. ഈ സൈഡിൽ നിന്ന് താഴത്തേക്ക്, ഇവിടെ നിന്ന് താഴേക്ക്, ഈ റൈറ്റ് സൈഡിൽ മിന്നുന്നത് പോലെ ഈ കറണ്ട് ഈ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തുന്നു. ഇങ്ങനെ കൊള്ളിയാണ് മിന്നുന്ന പോലെ മിന്നിക്കുന്നു. കഠിനമായ വേദനയും അതുപോലെ ഈ പിതാവ് ഏകദേശം കുറേ അധികം വർഷങ്ങൾ താൻ വളഞ്ഞാണ് താൻ നടന്നിരുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ട് വളഞ്ഞാണ്, ഒരു വശം ചരിഞ്ഞാണ് നടന്നത്, ഒരു വേദന കൊണ്ട് ചരിഞ്ഞാണ് താൻ നടന്നിരുന്നത്. ഈ അപ്പച്ചൻ പറയുന്നത് തനിക്ക് അതിനിടയിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തനിക്കൊരു സർജറിയൊക്കെ ചെയ്തിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വന്ന് സർജറി ചെയ്ത് തൻ്റെ ഈ ഹിപ്പിൻ്റെ ആ ബോളെല്ലാം കറക്റ്റ് ചെയ്തിടുന്ന ഒരു സർജറി ചെയ്തു. അതിനുശേഷമാണ് ആ ഒരു പ്രശ്നത്തിന് ഒരു കുറച്ച് ശമനം വന്നെങ്കിലും ഈ വേദന ഈ അരയ്ക്ക് മുകളിലേക്കായി വേദനയും ഈ അവസ്ഥയും അത് തിരിച്ചു വന്നു. അത് മുമ്പ് താഴേക്ക് മുകളിലോട്ടെ 2 വർഷമായിട്ട് മുകളിലോട്ട് ഇങ്ങനെ റിവേഴ്സ് ചെയ്തു. കടുത്ത രീതിയിൽ വേദന വന്നത് മാത്രമല്ല തനിക്ക് കുനിഞ്ഞ് ചെയ്യുന്ന ജോലികളൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നടുവിന് ഭയങ്കരമായിട്ടുള്ള വേദനയും തനിക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഏകദേശം ചില വർഷങ്ങൾക്കും 5 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ അതിലിങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ക്യാൻസറിൻ്റെ ഒരു സെല്ല് തൻ്റെ ശരീരത്തിൽ വളരുന്നത് പോലെയും
ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് പ്രത്യേകിച്ച് മരുന്നില്ല, അത് അതിൻ്റെ കൗണ്ട് ഏതോ ഒരു അളവ് പറഞ്ഞു, അത് കൂടുകയാണെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, 1,00,000 കൂടുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അപ്പം ഈ കഴിഞ്ഞ 2015 ഡിസംബർ മാസത്തിൽ 9-ാം തീയതി ഷെമസിസ്റ്റാണ് അന്ന് TV പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഒരു സൈഡിൽ മിന്നൽ പോലെ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നുവെന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഷെമസിസ്റ്റ് പറഞ്ഞു. ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് ഏൽക്കുന്നത് പോലെ ഏതോ നാഡീ ഞരമ്പുകളിലുള്ള പ്രശ്നമാണ്, പെട്ടെന്ന് പ്രത്യേകമായ ഒരു അസുഖമാണ്. നിങ്ങൾക്ക് ശരീരത്തിനകത്ത് തന്നെ ഷോക്ക് ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് ചിലപ്പം ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങളിലോ മറ്റ് പല ഭാഗങ്ങളിലൊക്കെ ഷോക്ക് ഏൽക്കുന്നത് പോലെ ശരീരത്തിനകത്ത് നിന്ന് വരുന്നത് ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാവുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് വന്ന ഈ അസ്വസ്ഥതകൾ, അതായത് 2 വർഷത്തോളം ഉണ്ടായിരുന്ന മുകളിലേക്കുണ്ടായിരുന്ന വേദന അന്ന് തനിക്ക് സൗഖ്യമായി. ആ പ്രാർത്ഥനയുടെ ദിവസം ഡിസംബർ 9-ാം തീയതി സൗഖ്യമായി. ഇതിനുശേഷം ഈ പിതാവ് പറയുന്നത് ആ മാസം തന്നെ 16-ാം തീയതി ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, തനിക്ക് ഈ ആക്സിഡൻറ്റിനൊക്കെ ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നും, താൻ പെട്ടെന്ന് വേച്ച് വീഴുന്നത് പോലെയൊക്കെ തനിക്ക് തോന്നും. അത് കുറച്ചധികം ഏകദേശം 19 വർഷമായിട്ട് തനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലും ചില സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും, വീഴാൻ പോകുന്ന പോലെ. ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ആ വശത്തേക്ക് ഇങ്ങനെ പോകുന്ന പോലെ തോന്നും, ഒരു വശത്തേക്ക് പോകുന്ന പോലെ തോന്നും. ഷെമസിസ് TV പ്രോഗ്രാമിലൂടെ പറഞ്ഞു, കണ്ണിൽ ഇതുപോലെ ഇരുട്ട് കയറി ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് വീഴാൻ പോകുന്നത് പോലെ തോന്നുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അന്ന് തനിക്ക് 2ാമത്തെ സൗഖ്യം കിട്ടി. അതിനുശേഷം ഏകദേശം 6 മാസത്തോളമായി. ഇതിനുള്ളിൽ 6 മാസം കഴിഞ്ഞു. തനിക്ക് ഇതിന് ശേഷം ഈ 2 പ്രശ്നങ്ങളും വന്നിട്ടില്ല. അത് മാത്രമല്ല, TV പ്രോഗ്രാമിലൂടെ ഡാമിൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ പറഞ്ഞു, കുറേയധികം ചികിത്സകൾ ചെയ്തിട്ടും വിട്ടുമാറാത്തൊരു രോഗത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഈ പിതാവ് പറഞ്ഞത് അന്ന് 33 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന ആ വീഴ്ചയിൽ പറ്റി ആ നടുവേദന പൂർണ്ണമായിട്ടും അന്ന് സൗഖ്യമായി. അത് വന്ന് സൗഖ്യമായി. നേരത്തെ കുനിയാൻ ബുദ്ധിമുട്ടായി. നേരത്തെ കുനിയാൻ അങ്ങനെ ഭാരമുള്ള പണി ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു, കൈകൾ അടിച്ച്. അത് മാത്രമല്ല, തനിക്ക് ആ ക്യാൻസറിന്റെ ഒരു രോഗം പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ചില നാളുകൾക്ക് മുൻപ് തനിക്ക് ഡോക്ടർ കീമോ എല്ലാം ചെയ്യുന്നതിന് പകരം ഒരു പ്രത്യേക തരം മരുന്ന് തനിക്ക് കൊടുത്തിരുന്നു. അത് താൻ കഴിക്കാൻ തുടങ്ങിയിരുന്നു. താൻ പറയുന്നത് ഈ ഒരു രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥനയിൽ എവിടെയോ അതും കർത്താവ് തന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഓർമ്മയില്ല, പക്ഷെ അതും പോയിട്ടുണ്ട്. ബ്രദർ പറയുന്നത് കഴിഞ്ഞ ഏതൊരു തവണ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഇനി ആ മരുന്നും കഴിക്കണ്ട, കർത്താവ് അത്ഭുതകരമായിട്ട് ആ കാര്യത്തിലും സൗഖ്യമാക്കി എന്നാണ് താൻ ഇതുവരെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൈകൾ ഉയർത്തി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സാക്ഷ്യം കേട്ട് ഹൃദയത്തിൽ വിശ്വാസം ഉയർന്നു വന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് സൗഖ്യമാക്കുകയും വിടുതൽ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ഓഗസ്റ്റ് 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA ഹാൾ, മുണ്ടക്കയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വെഞ്ഞാറമ്മൂട് ഓഗസ്റ്റ് 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റാസ് ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എതിർവശം, വെഞ്ഞാറമ്മൂട്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം ഇന്നും നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വി വർഷിപ്പ് യു ഫാദർ. മസിലുകൾ എല്ലാം വളരെ ബലഹീനമാകുന്ന ചില ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. ചില ശരീരഭാഗങ്ങളിൽ രക്തക്കുഴലുകൾ അടഞ്ഞിരിക്കുന്നു, ബ്ലോക്കായിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായ വിടുതലിലേക്ക് വന്നു ചേരട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കാൽമുട്ടുകളിൽ അതിനകത്ത് സാരമായി തകരാറുള്ള
നടക്കുമ്പോൾ ബുദ്ധിമുട്ട്, സർജറി വേണം, അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതിൽ കാതിൻ്റെ കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. വലിയ വിടുതലുകൾ ഓരോ വിഷയത്തിലും കർത്താവിനെ നൽകണമേ. ചില കിടപ്പ് രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഈ TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്കെല്ലാം വിടുതൽ ഉണ്ടാകട്ടെ. ചില പുകവലി പോലെയുള്ള അഡിക്ഷൻസ് മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. മദ്യപാനം മാറിപ്പോകട്ടെ, ഡ്രഗ് അഡിക്ഷൻ മാറിപ്പോകട്ടെ. അതുപോലെ മോശമായ ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് സ്വഭാവം വഷളായിരിക്കുന്ന ചില വ്യക്തികൾ, അവരെ യേശു സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്, തിരികെ വരിക. അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകാതെ, സ്വഭാവങ്ങളിലേക്ക് പോകാതെ കർത്താവ് തിരികെ വരുവാൻ വേണ്ടി അങ്ങനെയുള്ളവരെ മാടി വിളിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗം മാറട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിലും കർത്താവ് അവർ വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ മറക്കരുത്. എന്ന് മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓഫീസ് ടൈമിൽ വിളിക്കുക. കൂടാതെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.